പെർഫെക്റ്റ് ആയ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായിട്ടും ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ലേ? ഭയത്തിന്റെ ഒരു ഹെസിറ്റേഷൻ മൂലം പല ട്രേഡ്സും അവോയ്ഡ് ചെയ്യുന്ന ഒരു ട്രേഡറാണോ നിങ്ങൾ? ഈ ഫിയർ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാമോ? ബ്രെയിനിലെ ഫിയർ സെന്റർ റെസ്പോൺസസ് അനുസരിച്ചിട്ട് ഓരോ ട്രേഡിനെയും അപ്രോച്ച് ചെയ്യുമ്പോൾ ബ്രെയിൻ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. വാട്ട് ഇഫ് ഐ ലോസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എന്റർ ചെയ്ത് കഴിയുമ്പോൾ ട്രേഡ് എനിക്കെതിരെ നീങ്ങിയാലോ? ഇവിടെ ശരിക്കും ആക്ഷൻ എടുക്കുന്നതിന് പകരമായി നിങ്ങൾ ഒരു സേഫ്റ്റിയുടെ ഇല്യൂഷനാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചെയ്യാനാവാതെ ട്രേഡിംഗ് സെറ്റപ്പിന് മുമ്പിൽ ഇരിക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥ. ഈ ഹെസിറ്റേഷന് പിന്നിൽ പ്രധാനമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. അതോടൊപ്പം തെറ്റിപ്പോയേക്കുമോ എന്നുള്ള ഒരു പേടിയും. ഇതിനെ ശരിക്കും വാട്ട് ഇഫ് സിൻഡ്രം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ ബ്രെയിൻ വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇഫ് എന്ന് പറയുന്നത്. ട്രേഡിംഗിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പുതിയതായി ഏതെങ്കിലും ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വാട്ട് ഇഫ്. വാട്ട് ഇഫ് ഐ ലോസ്? വാട്ട് ഇഫ് ഐ ഫെയിൽ? ശരിക്കും വരേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, നീ ഒരിക്കലും ആക്ഷൻ എടുക്കാതിരുന്നാലോ? ആക്ഷൻ എടുക്കാതെ എത്ര നാൾ നിനക്ക് ഈ ഒരു ഫീൽഡിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും? ഈ ഒരു ഫിയറിനെ തീർച്ചയായും നമുക്ക് ഓവർകം ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോക്കസ് ആദ്യം ഷിഫ്റ്റ് ചെയ്യുക. വിന്നിങ്ങിൽ നിന്നും എക്സിക്യൂഷനിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഒരു ട്രേഡിൽ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫോക്കസ് ഈ ട്രേഡ് എങ്ങനെ ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും, ഇതിന്റെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് കാര്യങ്ങളുള്ള ആ ഒരു എക്സിക്യൂഷനിലേക്ക് വേണം നമ്മുടെ ഫോക്കസ് ഉണ്ടായിരിക്കേണ്ടത്. അതിന് പകരമായി ഈ ട്രേഡിൽ നിന്ന് കിട്ടുന്ന വിന്നിങ്ങോ ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളോ മണി ഫോക്കസ്ഡ് ആവരുത് ഓരോ ട്രേഡ്സ്. റെഡ്യൂസ് യുവർ റിസ്ക്, നോട്ട് ദ ആക്ഷൻ. നമ്മുടെ റിസ്ക് കുറയ്ക്കുക, നമ്മുടെ ആക്ഷൻ അല്ല അവിടെ കുറയ്ക്കേണ്ടത്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ട്രേഡിംഗ് റൂൾസ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ലോസസ് ആർ ദ പാർട്ട് ഓഫ് ദിസ് ട്രേഡ്. ഹെസിറ്റേഷൻ പലപ്പോഴും നമ്മളെ ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും മാറ്റി നിർത്താനാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏറ്റവും നല്ല ഒരു ട്രേഡ് പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടോ, അതിനെ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ, എക്സിക്യൂട്ട് ചെയ്യുക. മാർക്കറ്റ് റിവാർഡ് ചെയ്യുന്നത് നമ്മുടെ ഡിസിഷനെയും എക്സിക്യൂഷനെയുമാണ്, അല്ലാതെ നമ്മുടെ ഭയത്തിനെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ട്രേഡേഴ്സിനെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ നമ്മൾ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. 1-on-1 സെഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് സെഷൻസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ട്രേഡിംഗിൽ ഹെസിറ്റേഷൻ കീപ്പ് ചെയ്യാതെ ആക്ഷനിലേക്ക് വരിക.